ഇടുക്കി മാങ്കുളം മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിവിധ പദ്ധതികളുമായി വനംവകുപ്പ്. ഇതിന്റെ ഭാഗമായി കാട്ടുമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ വിവിധയിടങ്ങളിൽ വനംവകുപ്പ് കുളങ്ങൾ തീർത്തു. വനംവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും വിവിധ കോളേജുകളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൈകോർത്താണ് കുളങ്ങളുടെ നിർമ്മാണം നടത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി സംസ്ഥാന സർക്കാർ 10 പദ്ധതികളാണ് ഫലപ്രദമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിലൊന്നാണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. ഇതിൻ പ്രകാരമാണ് വനവകുപ്പ് മാങ്കുളം ഡിവിഷനിലെ ആനക്കുളം, മാങ്കുളം റേഞ്ചുകളിലായി വിവിധയിടങ്ങളിൽ കാട്ടുമൃഗങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുളങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. കുടിവെള്ളം തേടി കാട്ടാനകൾ ഉൾപ്പെടെ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ RS അരുൺ പറഞ്ഞു. 7ഓളം സ്ഥലങ്ങളിൽ നമുക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 പഴയ കുളങ്ങൾ നമുക്ക് ഡീസിൽറ്റ് ചെയ്യാൻ കഴിഞ്ഞു. കൂടാതെ വെള്ളം തീരെ അവൈലബിൾ ഇല്ലാത്ത സ്ഥലത്ത് ഈ പടുതാക്കുളം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊരു നല്ല രീതിയിൽ ഈ തരത്തിൽ വന്യജീവികൾ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൽ വളരെയധികം കുറവ് വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വനവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും പാല സെന്റ് തോമസ് കോളേജ്, മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് എന്നിവിടങ്ങളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളും കൈകോർത്താണ് കുളങ്ങളുടെ നിർമ്മാണം നടത്തിയത്. പുതിയതായി 4 കുളങ്ങൾ നിർമ്മിച്ചതിനൊപ്പം നിലവിലുണ്ടായിരുന്ന 3 കുളങ്ങളിലെ മണ്ണും ചെളിയും നീക്കി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. വിരിഞ്ഞപാറ മേഖലയിൽ താൽക്കാലികമായി പടുതാക്കുളം നിർമ്മിച്ച് വാഹനത്തിൽ വെള്ളമെത്തിച്ച് നിറച്ചാണ് ജലലഭ്യത സാധ്യമാക്കിയത്. ഈ കുളങ്ങളിലൊക്കെയും കാട്ടാനയടക്കമുള്ള മൃഗങ്ങളെത്തി ദാഹമകറ്റി മടങ്ങുന്നുവെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.